എടാ ഇത് വല്ലയിടത്തും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? നീ എന്നെ പറയുന്നത്? എടാ തന്നെ ഞാനാന്നോ നിനക്ക് പറഞ്ഞു തരണ്ടേ? ഇവിടുത്തെ ചെറുക്കൻ കെട്ടും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ കെട്ടി തൂക്കിയില്ലെങ്കിൽ 5 പൈസ കിട്ടില്ല. കാണുന്ന പോലെയല്ല, വെറും എച്ചികളാ. എടാ മത്തായി, നീ ചുമ കിടന്ന് വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ പെണ്ണ് വീട്ടുകാരും ഉണ്ട് കേസ് കൊടുക്കാൻ പറയേ. ഇതൊക്കെ സമയത്ത് കത്തോടെ എല്ലാം അങ്ങോട്ട് കത്തിച്ചു തരാം. എടാ ഇത് ഇതുവരെ തീർന്നില്ല, നേരെ തുടങ്ങിയിട്ട് തീരാറേട്ടാ. എടാ ഈ ഒരു കല്യാണ വീടായിട്ട് 3 ഡെസ്കും 4 കസേരയാണ്. ബാക്കിയുള്ള വണ്ടിയിൽ വരുന്നുണ്ട്. ആ വേഗം കൊണ്ടുവരാം. പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ചേടാ ഇതിപ്പോ അവരുടെ മോളല്ലേ കാണാതായി, പിന്നെ അവർക്ക് എന്നാ കേസ് കൊടുക്കത്ര മടി? ഇത് എന്നാ കുടുംബക്കാരാണോ എന്തോ. ദേ ലിസിമോളെ ചേട്ടാ ഒരു കാര്യം പറഞ്ഞേക്കാം, നമുക്ക് ഈ ബന്ധം വേണ്ട കേട്ടോ. ഇല്ലിമൂട് തറവാട്ടിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ട. ഇതെന്നെ നാട്ടിൽ വേറെ പെണ്ണില്ലാത്തോണ്ടാന്നോ? എനിക്ക് അവളെ തന്നെ വേണം. മൊത്തം തൂക്കാൻ വരട്ടെ കേട്ടോ. എന്തേ ചിലപ്പോ അഴിക്കേണ്ടി വരും. ആശാനെ ഇതും മൂഞ്ചോ? പോക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നണേ. അയ്യോ ഈ കാശും പോയാ? എടാ കുഞ്ഞെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ലൈഫ് ടൈം ഗ്യാരണ്ടി വേണ്ട ഐറ്റമല്ലോ. ഇതിപ്പോ സ്വന്തം മോളെ കാണാനുണ്ട് കേസും. കയറിയിരിക്കട്ടോ. എടാ ഇതിപ്പോ സ്വന്തം മോളെ കാണാതായിട്ട് കേസ് കൊടുക്കാത്ത ഒരു കുടുംബക്കാർ ശരിയാന്നോ? അല്ല നീ പറ, പെങ്ങള് പറ. അല്ല നമ്മുടെ ഇല്ലുമൂട് തറവാടിന് ഒരു നിലയും വിലയൊക്കെ ഇല്ലായോ? അല്ല തറവാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മൂത്തവൻ എന്തേ? ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് അവനോടെ പോയി കിടക്കുക? എഴുന്നേറ്റിട്ടില്ല, ഇന്നലെ ലേറ്റായല്ലേ കിടന്നത്. ചേടാ എന്നാലും എന്നാ ഒരു ഉറക്കമായത്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ? ഓ വേണ്ട, ഫോൺ വിളിച്ചാൽ മതി. മുറിക്കകത്ത് പാട്ട് വെച്ചിട്ടുണ്ടാവും. പുറത്തുനിന്ന് വിളിച്ചാലേ കേൾക്കത്തില്ല. ഞാൻ വിളിച്ചോക്കാം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കിട്ടുള്ളൂ. എന്റെ ചെറുക്ക ആദ്യം പെണ്ണിന് കിട്ടറാ. എവിടെ വെച്ചേക്കാം? ആ ഫോണേ. ഹലോ എടാ നീ വേഗം താഴേക്ക് ഇറങ്ങി വന്നേ. അതിന് സമയമായില്ലല്ലോ. നിന്നോട് ഞാൻ വേഗം താഴേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞേ. എൻ്റെ പൊന്നു മമ്മി, ഞാൻ ഇന്നലെ വന്ന സമയം മമ്മി കണ്ടല്ലേ. എടാ അതൊക്കെ ശരിയാ, ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ. എന്താ അത്യാവശ്യം? എടാ അവരുടെ പെങ്കച്ചിനെ കാണാനില്ലെന്ന്. ഉയ്യോ, ആ അതല്ലേ നിന്നോട് പറഞ്ഞ പെട്ടെന്ന് താഴേക്ക് വരാൻ. ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയ കോലം. താങ്ക്സ്. കെവിനെ, എന്തോ നിന്നോട് ഞാൻ ആ ബർത്ത്ഡേക്ക് വാങ്ങിച്ചെന്ന ഷർട്ട് ഇടാനല്ലേ പറഞ്ഞത്? ഏതാ? പച്ചയോ? പച്ചയാ? പച്ചയല്ല, നീല പോലത്തെ ഗ്രേ. നിനക്ക് അതുപോലും ഓർമ്മയില്ല അല്ലേ? എടി നീ കണ്ണ ബർത്ത്ഡേക്ക് ഷർട്ട് മേടിച്ചല്ലേ? വെറൈറ്റി പിടിക്കുക. ബൈക്ക്, ഹെൽമെറ്റ്, കാറ്, ഓടി കാറ്. അതിൻ്റെ കൂടെ കുറവുള്ളൂ ഇപ്പം. എടാ നീ ഇന്റർവ്യൂവിനാണ് പോണത്, അല്ലാണ്ട് പലചരക്ക് പിടിക്കാൻ മാർക്കറ്റിലേക്കല്ല. കിണിക്കല്ലേ കെവിനെ? എടാ ഒരു ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയ കോലാണോ ഇത്? എന്ത് കഷ്ടപ്പെട്ടാ നിനക്ക് അവിടെ ജോലി സെറ്റാക്കി തരുന്നേ? എന്റെ വെല്ലിച്ചനോട് മാത്രം അവിടെ. അല്ലെങ്കിൽ ഇത്രയും സപ്ലൈ ഉള്ള നിന്നൊക്കെ ആരെങ്കിലും
പറഞ്ഞോളൂ. എടി അതിനിപ്പോ എന്തുണ്ടായേ? ഇമ്മാതിരി കോലം കെട്ടി പോകാനാണെങ്കിൽ കെവിനെ ഇത് നടക്കില്ല. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഉണ്ടെന്നല്ല ഞാൻ ജീവിക്കണത്. സ്വന്തം ചെലവിലല്ലാണ്ട് ജീവിക്കുന്നവർക്ക് അവന് പലതും തോന്നും. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. എടി ഞാൻ ജീവിക്കണതേ എൻ്റെ അപ്പനുണ്ടാക്കിയ കാശിലാ. എടാ നിനക്ക് നാണാവുന്നില്ല കെവിനെ? ഈ പ്രായത്തിൽ നിന്റെ അപ്പനുണ്ടാക്കിയ കാശിനെ ജീവിക്കുന്നതെന്ന് പറയാൻ. ദേ ഞാനൊരു കാര്യം പറയാം. ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമല്ല, അത് രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഔട്ട്പുട്ടാ. നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. എടാ നിനക്ക് തല നിറയെ ഈഗോ ആണ്. ആ ഈഗോയ്ക്കൊരു എടാ നീ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. മതി. ഇതുവരെ രണ്ടിരുന്ന ഈഗോയും നാണവും വന്നെൻ്റെ കാര്യം മനസ്സിലാക്കാനേ ഈ സപ്ലുള്ള ബുദ്ധനെ ധാരാളാ. നീ ചെല്ല്, ആ വന്ന ആലോചനയ്ക്ക് യെസ് പറയും. എടാ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എടി എല്ലാവരും ബെറ്റർ ലൈഫ് ഡിസർവ് ചെയ്യാത്തതേ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല. അത് നിനക്ക് എന്ന് മനസ്സിലാവുന്നോ നമ്മൾ അന്നിനി കാണും. ഈഗോയും നാണവും ഒന്നുമില്ലാത്ത കെവിനെ നീ എന്ന് കാണും. ചെല്ലിപ്പോക്കോ. എടാ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ജോലി നമുക്ക് രണ്ടുപേർക്കും അത്യാവശ്യമാണ്. നിന്റെ സാലറി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ജോലി വേണം. എടാ പ്ലീസ്. നീ നോക്കിക്കോ. ഇനി നമ്മൾ കാണുമ്പോഴല്ലോ എനിക്ക് ഈ ജോലി തന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ടാവും. അപ്പോയിൻമെന്റ് ലെറ്റർ. ആ അത് തന്നെ. ഈ ലവ് ഈസ് ബ്ലൈൻഡ് എന്നാണല്ലോ. അപ്പോൾ ചില പ്രണയത്തിന് അന്തർനാളങ്ങളിൽ 1-2 വാക്ക് അങ്ങോട്ടും കൂടെ മാറിന്ന് വരും. ഏത് നിന്ന് ചിണങ്ങാണ്ട് പോവാൻ നോക്ക്. ടൈമായി. ഉയ്യോ, ഈ പ്രണയ സല്ലാപത്തിനിടയില്ലേ സമയം പോയി അറിഞ്ഞില്ല. അപ്പം ഞാൻ പോട്ടെ. ബൈ ബൈ. നിന്റെ വില്ലിച്ചോട് പറഞ്ഞാരേ ഒരു സ്മാർട്ട് ബോയ് ഇന്റർവ്യൂവിന് വരുന്നുണ്ടെന്ന്. എടാ നിനക്കെന്നെ കെട്ടണ്ടേ? കെട്ടിയാൽ മാത്രം മതി. പോടാ. ഹലോ. മഴയാണല്ലേ. എന്താ മോത്ര പുച്ഛം? നോം വൈകിപ്പോയോ ആചാര്യപുത്ര? നീ എനിക്കൊന്നും പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് സാറിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് വിചാരിച്ചു. ആ എനിക്ക് നല്ലൊരു ചൂട് ചായ. അല്ല വേണ്ട, ബൂസ്റ്റ് മതി. ബൂസ്റ്റ് മതിയോ? ആ. കഴിക്കാൻ എന്തെങ്കിലും? ഇങ്ങനെ മുക്കി പൊരിച്ചൊരു പഴംപൊരി കിട്ടുമോ? പഴംപൊരിയില്ലേ? കിട്ടണം എന്താ വെച്ചാൽ മേടിച്ച് വിഴുങ്ങ്. എടാ 1 മണിക്കൂറായി ഞാനിവിടെ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട്. ഇതെൻ്റെ 3ാമത്തെ ചായയും 2ാമത്തെ സിഗരറ്റുവാ. എടാ ഈ ഫ്രണ്ട്ഷിപ്പിൽ ടൈമിങ്ങിലാട്ടോ അത് നിനക്കറിയില്ല അല്ലേ? ചേട്ടാ ഒരു ഫുള്ള് പാക്കറ്റ് പൊട്ടിച്ചിട്ടൊരു ബൂസ്റ്റ്. അത്ര തന്നെ പഞ്ചസാര കേട്ടോ. റിച്ച് ആയിക്കോട്ടെ. ഏത്? എടാ ഇതും പിടിച്ചേ. എന്തിനാ? അനിയൻ്റെ വണ്ടിയിൽ ഇതേപോലെ ജാട കാണിച്ച് കിടക്കാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. എടാ വണ്ടി ആരെ ആയിക്കോട്ടെ, നീ സിങ്ക് കണ്ട രാജകീയ പ്രൗഢിയുള്ള ഞാനോട് തമ്മില്. കുതിരപ്പുറത്ത് കൊതുക് വരുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് എല്ലാവർക്കും ഒരു ഹായ്. നീ ആരാന്ന വിചാരം? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. മോൻ VK ബിൽഡേഴ്സ് ഇട്ടുണ്ടോ? VK ബിൽഡേഴ്സ്? യാ. എടപ്പള്ളിയിലുള്ള? യാ മാൻ. അവരുടെ ദുബായ് ബ്രാഞ്ചിലുള്ള ഇൻ്റർവ്യൂവിനാണ് ഇന്നലെ ഞാൻ പോയത്. ഞെട്ടിയോ? ഇല്ല. എന്നാ ഇത് കേക്ക്. അവിടുത്തെ പെങ്കൊച്ചു പറഞ്ഞാൽ എന്താ അറിയോ? 99% ആ ജോലി എനിക്കാന്നാ. കിട്ടിയ ഒറ്റ മാസം പറക്ക ഞാൻ. പിന്നെ വെറും കെവിനില്ല, ഷെയ്ക്ക് കെവിൻ. ഇപ്പൊ നീ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ല. എന്താ? എടാ നീ ഏതൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നീ ഈ പെർസെൻറ്റേജിന്റെ കണക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടാ അത് വെറും 50-50%. ഇത് 99%. എടാ നിന്നോട് ഈ പെർസെൻറ്റേജിന്റെ കണക്ക് പറയുന്ന പെൺകുട്ടികൾ ആരെങ്കിലും നിന്നോട് പ്രായം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ ഈ വളരാത്ത താടിയും കട്ടിയില്ലാത്ത മീശ കാണുമ്പോൾ അവർ വിചാരിക്കും നീ പയ്യനാണെന്ന്. അതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജിന്റെ കണക്കൊക്കെ പറയുന്നത്. താടി മീച്ച പറ്റല്ല ഒരാളുടെ പ്രായം അളക്കേണ്ടത്. ഹൈറ്റോ? എടാ എനിക്ക് മമ്മിയുടെ ഹൈറ്റും പപ്പയുടെ ബുദ്ധിയായി പോയി. അവന് നേരെ തിരിച്ചു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? സൗന്ദര്യം? നീ എൻ്റെ ടീമാണോ അവൻ്റെ ടീമാണോ? ഞാൻ നിന്റെ ടീമൊക്കെ തന്നെ. എടാ 26 വയസ്സായില്ലേ? അവനാണെങ്കിൽ നിന്നേക്കാൾ 3 വയസ്സ് ഇളയത്. അവൻ സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിച്ച് കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു. നീയോ ഒരു നാണമില്ലാതെ അവൻ്റെ ബൈക്കായിട്ട് കറങ്ങി നടക്കുന്നത്. എടാ ഒറ്റ മാസം മതി, ഒറ്റ മാസം. ഇരിക്കുന്ന വണ്ടിയില്ലേ ഇതിൻ്റെ ഫുൾ പൈസ ആയിരിക്കും എൻ്റെ സാലറി. നിനക്ക് നിന്റെ നാവ് ലേലത്തിന് വെച്ചൂടെ? 3 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് കിട്ടുമല്ലോ. എന്തിനാ എൻ്റെ മാത്രം വെക്കണത്? നിന്റെ കൂടെ വയ്ക്കാം. നിനക്കുള്ള തലമുറ.
ഇപ്പോൾ വരാം. വാട്ട് മമ്മി? എടാ നീ ഒന്ന് വേഗം വീട്ടിലോട്ട് വന്നേ. അതിന് സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ സമയമായില്ലോ. അതിനൊന്നുമല്ല, നീ വേഗം ഒന്ന് വാ. അരി പിടിപ്പിക്കാനായിരിക്കും. എടാ നിന്നോടൊന്ന് വേഗം വരാനാ പറഞ്ഞേ. ആ എന്നാൽ ഒരു 10 മിനിറ്റ് ഞാനും വരാം. എടാ 10 മിനിറ്റ് ഒന്നുമില്ല, ഇപ്പം എത്തിക്കോണം. തള്ളക്ക് വട്ടായോ? ഇതിപ്പോ എന്താ ഇനി? ഇതെന്ത് വള്ളിയാണോ കർത്താവേ? എന്തിനാട്ടെ അളിയാ, അളിയ ഞാനേ ഒന്ന് വീട്ടിലേക്ക് പോവാ, എന്തോ അത്യാവശ്യമുണ്ട്. അപ്പൊ ബില്ല് സെറ്റിൽ ചെയ്യില്ലേ നീ? നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ നിന്റെ ക്യാഷ് ഇല്ലേ? എടാ ഒറ്റ മാസം കഴിഞ്ഞാണല്ലോ ഈ ഊടെ ചായല്ലേ. ഇതിന് പകരം സ്റ്റാർബക്സിന്റെ കോഫിയും നീ ആ കളഞ്ഞ സീറ്റില്ലേ അതിന് പകരം ട്രഷറിന്റെ സീറ്റ് ആയിരിക്കും. അപ്പൊ ഓക്കെ നോക്കി നീ ബില്ല് സെറ്റിൽ ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. സെറ്റ് ബൈ. എങ്ങോട്ടേലും പോ. അഭിനേ ഈ കടയുടെ വില ചോദിച്ചാലേ, എനിക്ക് ആ കടക്കാരനെ ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ പോയി കഴിഞ്ഞാലേ ഈ കട നമുക്ക് മേടിക്കാം. പിന്നെ ഞാൻ വിളി വേണ്ട, എത്രയാണ് പറഞ്ഞത് അതിന് ഡബിള്. പോകട്ടെ. നീ ഒന്ന് പോയി തരുമോ? കർത്താവേ പണിയാവല്ലേ. ചാച്ചൻ്റെ വണ്ടിയോ? വള്ളി വലുതാണല്ലോ കർത്താവേ. ചാച്ചൻ വന്നിട്ട് എങ്ങോട്ട് പോയി കാണാനുമില്ല. എടാ മത്തായി, നീ ഒരു 500 പേർക്കുള്ള ഭക്ഷണം പറ. എന്നാ ചെറിയ പരിപാടിയാണെങ്കിലും ഇല്ലിമൂട്ട് തറവാട്ടർക്ക് ഒരു വിലയില്ലായോ? ആ ഭക്ഷണോ? ചത്തോ ഇനി? ഡാ നമുക്ക് ഈ ഭക്ഷണേ ചോറും ബീഫ് കറിയും വേണോ അതോ ഫ്രൈഡ് റൈസ് മതിയോ? ചോറും ബീഫും മതി. എന്നാ ഫ്രൈഡ് റൈസ് മതി. ചിക്കനേ നമുക്ക് വറുത്തരച്ചത് വേണോ അതോ ഗ്രേവി മാത്രം മതിയോ? വറുത്തരച്ചത്. അപ്പോ ഗ്രേവി മതി. ആ ഇതെന്താ സംഭവം? എടാ കല്യാണം. എടാ അവന്റെ ഒരു നാണം. എടാ അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം നടന്ന് ഓടി നടക്കുകയും ഞാൻ മാത്രല്ലേ ഉള്ളൂ. എടാ എടാ മത്തായി, നീ ഞാൻ പറയുമ്പോ അത് ഞാനറിയാതെ ഈ വീട്ടില് ഇനി ജോലി കിട്ടിയതറിഞ്ഞ് എന്റെ കല്യാണം സർപ്രൈസ് ആക്കി നടത്താനുള്ള പ്ലാനാണോ മമ്മിക്ക്? ഏയ് ചിലപ്പോ ഉറപ്പിച്ചു വെക്കാനാവും. ലീവിന് വരുമ്പോ നടത്താനുള്ള പരിപാടി. ഈ മമ്മിയെ കൊണ്ട് ഞാൻ തോറ്റു. മമ്മി എന്നോട് ഇരിപ്പുണ്ടായിരുന്നു. ആ മോനെ, നീ ഇപ്പോഴാണോ വരുന്നേ? ആ അവർക്ക് ഇത്ര നേരം കാത്തു നിന്നിട്ട് ദേ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. ആര്? ഇവിടെ എന്താ നടക്കണേ? എടാ മണ്ട, കല്യാണം. അമ്മ ഈ ജോലി ഇങ്ങനെ ഉറപ്പായി കരുതി കല്യാണമൊക്കെ നടത്തുന്നത് കുറച്ച് കടന്നയാണ്. എന്നാ കടന്ന കൈ? നിന്റെ ജോലി നോക്കിയിട്ടാണോ ഈ കുടുംബത്തിൽ ഒരു കല്യാണം നടത്താൻ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ചേട്ടന്റെ ജോലിയാണ് അരിയന്റെ കല്യാണം നടത്തേണ്ട ഗതിയോടൊന്നും നമ്മൾ ഇല്ലോട് തറവാട്ടുകാർക്കില്ല കേട്ടോ. ആ മനസ്സിലായില്ല ചേട്ടാ, ഞാൻ ലീമോളെ കൂട്ടിക്കൊണ്ട് വന്നു. ഏത് മോളെ? എന്റെ പൂക്കി. എന്തുകീ? എടാ അവരുടെ വീട്ടിലൊന്നും സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് രാവിലെ ജോലിക്ക് പോയവൻ ആ പെങ്കൊച്ചിനെയും കൂട്ടി അമ്മേ ആ ലീമോളെയും കൂട്ടി വന്നേക്കുന്നു. എന്നിട്ട് അമ്മയുടെ മരുമോളാണെന്ന് പറഞ്ഞൊരു പരിചയപ്പെടുത്തലും. ഇവര് വന്നതിന് ശേഷം ദേ പറഞ്ഞു അവരുടെ സ്വന്തക്കാരും അച്ഛനും അമ്മാവനും ഒക്കെ. പിന്നെ ഞാനിവിടെ ഒന്ന് പാകപ്പാടെ ബഹളായിരുന്നു. ഞാനിടപെട്ട സംഭവമൊക്കെ ഒന്ന് സോൾവ് ആക്കി അവരിപ്പോ അങ്ങ് ഇറങ്ങിയുള്ളൂ. ഞാനൊന്ന് പുറത്തുപോയി വന്നപ്പോഴേക്കും എന്തൊക്കെ ഇവിടെ നടന്നത്? ആ നിന്റെ പുറത്തു പോകലൊരു പോക്കാണല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയാൽ മണിക്കൂർ കഴിയും വരാനായിട്ട്. എന്നാലൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ അതും എടുപിടിയെന്ന് ചാച്ചൊന്ന് പറഞ്ഞേ. അല്ല നീ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ഇവന് പെട്ടെന്ന് ഓടിച്ചാടി ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആരെങ്കിലും ഓർത്തോ? എന്നതാണെങ്കിലും ഇപ്പൊ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാകാതെ നോക്കണം, അത്രേ ഉള്ളൂ കാര്യം. ആ അതല്ലേ ചാച്ച പറഞ്ഞത്. എടാ കെവിനെ, ഇപ്പൊ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എടാ നീയാണ് ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്ത ആണ്ടരി. അപ്പോൾ ഇവന്റെ ഒരു തീരുമാനമാണ് നമ്മുടെ കുടുംബത്തിലെ കാരണവരെ തീരുമാനം. നീ അങ്ങ് പറഞ്ഞേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ജോലി. നിന്റെ ജോലി നാളെ ഇവിടെ ഇവന്റെ പള്ളിയിൽ വെച്ച് കെട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് വീട്ടിനകത്തൊരു ചെറിയ പരിപാടി, അത്രേ ഉള്ളൂ. നീയാണ് എല്ലാം മുന്നിൽ നിന്ന് ചെയ്യേണ്ടത്. ചാച്ചന ഉണ്ടാവും കൂടെ കേട്ടോ. ചേച്ചി നമുക്ക് കുറച്ച് ഇതും വായിച്ചോണ്ടിരിക്കുവാന്നോ? അതെ, നാളെ നിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ, അവരാരും വിളിക്കണ്ട. അതിനുള്ള പരിപാടിയൊന്നുമില്ല ഇവിടെ. കാറ്ററിംഗിന്റെ കാര്യം കാറ്ററിംഗിന്റെ കാര്യമൊക്കെ നോക്കണം. അതിനുള്ള പൈസ ചേച്ചിക്ക് തന്നാൽ മതി. അപ്പൊ നമ്മളൊരു 100 പേരെ പ്രതീക്ഷിക്കുന്നു.
ഉണ്ടാക്കിയ കാശിന് ജീവിക്കുന്നെന്ന് പറയാൻ. അവനാണെങ്കിൽ നിന്നേക്കാ 3 വയസ്സ് ഇളയത്. സ്വന്തം ചെലവിലല്ലാണ്ട് വീട്ടിലൊക്കെ കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു. നീയോ ഒരു നാണമില്ലാതെ അവന്റെ ബൈക്കേറ്റ് കറങ്ങി നടക്കുന്നു. നാളെ ഇവിടെ ഇവന്റെ